ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും? ഇന്നിപ്പോൾ ബറാത്തിൻ്റെ നോമ്പല്ലേ? എല്ലാ നാട്ടിലെല്ലാം ഇന്നല്ലേ, നമുക്കും ഇന്നാണ്. ഇതിപ്പോൾ ഞാൻ രാവിലെ 4:30 മണിക്ക് ഞാനും ഇവരും അത്താഴത്തിന് എണീച്ചതാണ്. സാധാരണ കുറച്ച് നാളായി റമദാൻ നോമ്പിലായാലും വെറും ചായ മാത്രം, അല്ലെങ്കിൽ വെള്ളം, അങ്ങനെ കട്ടൻ ചായ, അങ്ങനെ എല്ലാം കഴിച്ച് അത്താഴെല്ലാം കഴിച്ചെടുക്കുന്നതാണ് നമ്മൾ. ഇപ്പോൾ പഴയതുപോലെ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. വയറെല്ലാം വേദന എടുക്കുന്നതായിട്ട് ഞാൻ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 4:30 മണിക്ക് എണീച്ച് നേര് ദോശയും മുട്ട വറവും ചായ എല്ലാക്കി കുടിച്ചിട്ട് അത്താഴം കഴിച്ച്. പിന്നെ പകൽ ആമയും മിക്കലും ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമെല്ലാം ആക്കിയിന് ഭക്ഷണം. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഈ വൈകുന്നേരം നോമ്പ് മുറിക്കാനാകുന്ന സമയത്ത് അടുക്കള ഇറങ്ങി വീഡിയോ എടുക്കുന്നതിന് നല്ല നെയ്പ്പത്തലും ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പ്രത്യേകിച്ച് നോമ്പിനൊരു ചായക്ക് കടി പോലെ അങ്ങനെ സ്പെഷ്യൽ സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇതിപ്പോൾ എണ്ണക്കടി തന്നെ ആണല്ലോ നെയ്പ്പത്തൽ. അപ്പോൾ വിചാരിച്ച് നെയ്പ്പത്തലും ബീഫും മതി ചായൻ്റെ കൂടെ എന്ന് വിചാരിച്ചു. അതുതന്നെ നല്ല ഹെവി കടിയായി, ഹെവി ഫുഡായില്ലേ. അപ്പോൾ അങ്ങനെ അത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നോമ്പിന് അല്ല, സാധാ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജ്യൂസൊന്നും, സ്പെഷ്യൽ ജ്യൂസും ആക്കിയിട്ടില്ല. പച്ചവെള്ളം മാത്രം കുടിച്ച് ഡേറ്റ്സും കഴിച്ച് അങ്ങനെ നോമ്പ് മുറിച്ച് നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ ഫുഡ് കഴിച്ചത്. നെയ്പ്പത്തലും ബീഫും അടിപൊളി കറിയാണ്. അതിന് സാധാ പോലെ ഈ കറി നല്ല ടേസ്റ്റാണ്. മാമ നല്ല ടേസ്റ്റുള്ള കറിയാക്കിന്. എനിക്ക് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അത് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം. കറി ട്രൈ ചെയ്ത് നോക്കിക്കോന്ന് പറ. കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ. ആമി ഇടയ്ക്കിടെ വന്ന് വോയിസ് ഇടണം, എനിക്കത് പറയണം ഇത് പറയണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. വോയിസ് ഇടിപ്പിക്കുന്നു. പിന്നെ എന്താ, കറി സാധാരണ പോലെ എണ്ണയിൽ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് തക്കാളി കറിവേപ്പില എല്ലാം നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് തന്നെ പൊടികളെല്ലാം ഇട്ടിട്ട്, പൊടികൾ ഒന്നും എക്സ്ട്രാ ഒന്നുമില്ല, പെരുംജീരകത്തിൻ്റെ പൊടി മാത്രമേ എക്സ്ട്രാ ഉള്ളൂ. പിന്നെ കുറച്ച് ബീഫ് മസാല ഇട്ടിന്, ബാക്കിയെല്ലാം മുളകും മല്ലിയും മഞ്ഞളൊക്കെ തന്നെ. എന്നിട്ട് ബീഫും ഇട്ട് ഉപ്പും ഇട്ട് കറിവേപ്പില ഇട്ട് അടച്ച് വെച്ച് 5 വിസിലിന് വേവിച്ചെടുത്ത കറിയാണ്. ലാസ്റ്റ് ഉള്ളി ഒന്ന് കാച്ചി ഒഴിച്ചിട്ട് മല്ലിയില ഇട്ട് കൊടുത്തിന് കേട്ടോ. പിന്നെ അതുപോലെ നെയ്പ്പത്തലും ചുട്ടെടുത്ത്, നെയ്പ്പത്തലെല്ലാം നല്ല അടിപൊളി നെയ്പ്പത്തൽ കിട്ടീന്. നെയ്പ്പത്തലെല്ലാം നല്ല ക്രിസ്പിയായി. എന്നാൽ പിന്നെ ആമി പറഞ്ഞ പോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണോ. എല്ലാവരും കണ്ടൊന്ന് ലൈക്കും കമൻറ്റും ഷെയറെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും താങ്ക്സ്.